പന്ത്രണ്ട് വരെ വന്നോളൂ, ബാക്കിയുള്ള വരുന്നവരോട്ടെ. നമുക്കപ്പോഴേ ലാസ്റ്റ് ക്ലാസ്സോടുകൂടി നമ്മളുടെ ആ ഒരു തേർഡ് മൊഡ്യൂള് ഏതാണ്ട് ഒരു വൈൻഡപ്പിംഗ് സ്റ്റേജിലായിരുന്നു. അപ്പം നമുക്ക് ഇനി അടുത്ത് വരുന്നത് ഫോർത്ത് മൊഡ്യൂളിലോട്ട് കയറാം, ബാങ്കിലേക്ക് കയറാം. ഹലോ, ഓഡിയബിളാണോ ഞാൻ? നമുക്ക് അടുത്ത മൊഡ്യൂളിൽ വരുന്നത് ബാങ്കാണ്. നിങ്ങൾക്ക് ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ? What is your mind on the word bank? ഒരു ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ ആണ്. പിക്ചർ ലോൺ, പൈസ സൂക്ഷിച്ചൊരു സ്ഥലം. അതിപ്പോൾ നമ്മുടെ സാധാരണ നല്ല ബിസിനസ് ഒക്കെ ഉള്ള കടകളിലും അതിൻ്റെ അകത്ത് മറ്റേ സ്വർണ്ണക്കടയിലൊക്കെ പൈസ ഇഷ്ടം സൂക്ഷിക്കുമല്ലോ, അതിനൊക്കെ എന്താ അത് ഓർമ്മ വരാത്ത? ഹലോ സർ, ലെൻഡിങ് ആൻഡ് ബോറോയിങ് മണി. ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് മണി. ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് മണി എന്ന് പറയുമ്പോൾ ഞാൻ മണപ്പുറം ഗോൾഡ് ഫിനാൻസ് ഇല്ലേ, അവിടെയും ലെൻഡിങ് ആൻഡ് ബോറോയിങ് മണി തന്നെയല്ലേ നടക്കുന്നത്? ഓക്കെ, എനിത്തിങ് എൽസ്? ചൈനീസ് കേട്ടില്ല. ഡെപ്പോസിറ്റ് ഒക്കെ ഇടാൻ വേണ്ടിട്ട്. ഡെപ്പോസിറ്റ് ഇടാൻ നിങ്ങൾക്ക് വേറെ പറ്റില്ല, ബാങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എടാ, ഡെപ്പോസിറ്റ് മറ്റേ ഈ മണപ്പുറം ഗോൾഡ് പോട്ടെ, നിങ്ങൾ എത്ര പേര് നമ്മുടെ ഇന്ത്യൻ തപാൽ ഓഫീസിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? ആരെയും കാണാനുണ്ടോ? പോസ്റ്റ് ഓഫീസ് അറിയോ? പോസ്റ്റ് ഓഫീസ് കേട്ടോ? നമ്മുടെ തൊട്ടപ്പുറത്ത് കോളേജിനപ്പുറത്ത് ഒരു ഇതുണ്ട്, ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് അക്കൗണ്ടിൽ ക്യാഷ് ഇടാം. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവും കാര്യങ്ങളൊക്കെയാണ് വിത്ത് റെസ്പെക്ട് ടു ബാങ്ക്സ്. അപ്പൊ എന്താണ് നിങ്ങളുടെ അറിവിലൊരു ബാങ്ക്, നിങ്ങളുടെ കൺസെപ്റ്റിൽ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ SBI അല്ലെങ്കിൽ ഒരു ഫെഡറൽ ബാങ്കോ അല്ലെങ്കിൽ ഒരു RBI വരത്തില്ല, അങ്ങനെ ഇവിടെ നമ്മൾ നിയർ പ്ലേസിൽ കാണാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ബാങ്കുകളായിരിക്കാം ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ കണ്ട ആ ബാങ്ക് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. മണി ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഓഫ് മണി നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ പാരാമീറ്റേഴ്സും അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ബാങ്കിന്റെ ഫങ്ഷൻസ് ആണ്. ഒരു ബാങ്ക് ആയാൽ ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കും എന്നുള്ളതാണ് ബാങ്കിന്റെ ഫങ്ഷൻസ്. ഇവിടെ നടക്കുന്നത് ബേസിക്കലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബാങ്ക്സ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, മണപ്പുറം ഗോൾഡും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അതെ, അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ രണ്ടിടത്തും സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് മണി എന്താ പറയുക, ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്നുണ്ട്. ഇത് പറഞ്ഞ രണ്ടിടത്തും നടക്കുന്നുണ്ട്. പിന്നെന്താണ് ഡിഫറൻസ്? അവിടെ ഒരു
മണി പോളിസി ഉണ്ട്. അതായത് നമ്മളുടെ ബാങ്കിന് ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിൽ ചെയ്യുന്നതിനൊക്കെയായി ഒരു ക്യാഷിന്റെ ഒരു ബാലൻസിങ് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാങ്ക് എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാർത്തിക് സാറ് മറ്റേ ഇൻഫ്ലേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഈ റിപ്പോ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാനല്ല, കാർത്തിക് സാർ എനിക്ക് എടുത്തത്, കാരണം ഞാൻ ആ ടോപ്പിക് എടുക്കത്തില്ല. കാർത്തിക് സാർ നിങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ അടക്കമുള്ള സകല സാധനങ്ങൾ ബാലൻസ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ബാങ്കിന് വലിയ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഉണ്ട്. ആരാണ് എനിക്ക് മെസ്സേജ് കൊണ്ടിരിക്കുന്നത്? ബാങ്ക് നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല, ബാങ്ക് നമ്മുടെ നാടിന്റെ ഒരു എക്കണോമിക് സിസ്റ്റം ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി ബാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ബാങ്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ? What is the principle behind working a proper bank? നോർമൽ ബാങ്ക് അല്ല, ഒരു പ്രോപ്പർ ബാങ്ക്. ഹലോ പറ, എങ്ങനെ ബാങ്ക് വർക്ക് ചെയ്യുന്നത്? സാറേ, അതിപ്പോ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും, അതിന് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് വെച്ച് പൈസ ലെൻഡ് ചെയ്യും. ഓക്കെ, നീ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ കൊടുക്കുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കൊടുക്കുന്നത് കൂടി പറയണം. കാരണം വെറുതെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടാവില്ല. ഇൻവെസ്റ്റർക്ക് റെഗുലറായിട്ട് ഒരു റിട്ടേൺ ഉണ്ടാവണം, അല്ലേ? ഇൻവെസ്റ്റർക്ക് ഒരു റിട്ടേൺ ഉണ്ടാവും ഇൻ ടേംസ് ഓഫ് നമ്മളിവിടെ എന്താ പറയുക, ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇതൊരിക്കലും ഒരു ബിസിനസ് അല്ല. സോ ഇറ്റ്സ് in terms of business. We cannot say it's a business, but it is not in terms of returns. It's in terms of interest. ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന്റെ ക്യാഷ് ബാങ്ക് റിസീവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ബാങ്കിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണ്. ഞാൻ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു മെച്യൂരിറ്റി പീരീഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ മെച്യൂരിറ്റി പീരീഡ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസിലുണ്ട്. 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് ലോങ് ടൈം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്ക് റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ മാസവും നിങ്ങൾക്ക് ഇത്ര ശതമാനം, ഇപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നോർമൽ എത്ര 6 something കണ്ടാണ് ഓർമ്മ ശരിയാണെങ്കിൽ 7.5 വെച്ച് കൊടുക്കുന്നു എന്ന് വെച്ചോളൂ. ജസ്റ്റ് ഇമാജിൻ, SBI എന്ന ബാങ്ക് 7.5 rupees ആയിരിക്കാം എന്താ പറയുക, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ബാങ്ക് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് 7.5 രൂപ തരാം എന്ന് ബാങ്ക് പറയുന്നു. 1 ലക്ഷം രൂപ ഇട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക്, ഒരു മാസം ഇവിടെ മന്ത്ലി ആയിരിക്കും, ഇയർലി ആയിരിക്കും വരുന്നത്. മന്ത്ലി നമുക്ക് 1,07,500 rupees ആയിരിക്കും അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് മാറുന്നത്, അല്ലേ? അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഇത് ക്യുമുലേറ്റീവ് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ബാങ്ക് അങ്ങോട്ട് എടുക്കുന്നത്, ഇങ്ങോട്ട് കൊടുക്കുന്നില്ല. അതങ്ങനെ കൂടി കൊടുക്കും. ഈ വാങ്ങിച്ച 1 ലക്ഷം രൂപ ബാങ്ക് 10 പേർക്ക് ഇതിനേക്കായി കൂടിയ പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ രീതിയിലായിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. കടം കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കായി ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും കൊടുക്കുന്നതിൽ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ, ബാങ്ക് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ബാങ്ക് കൊളാപ്സ് ആയി പോകും. ഒന്ന് ആലോചിച്ച് നോക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് 5% പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 4% മീൻസ് എൻ്റെ കയ്യിൽ നിന്ന് 4% ഇൻട്രസ്റ്റ് എനിക്ക് പൈസ തന്നാൽ ബാങ്ക് സർവ് ചെയ്യുമോ? ഇല്ല. സ്വാഭാവികവും. ഞാൻ ഇതൊന്നും ഇനി ആരും കയറണ്ട, അത്ര നേരം കയറിയ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് കിട്ടുന്നത് ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടി, മീൻസ് ക്യാഷ് ആയിട്ട് വാങ്ങുന്നതിന്റെ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവന്മാരുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഈടാക്കണം. അപ്പൊ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് ആയിരിക്കും ബാങ്കിന്റെ. ഇതെന്താണ് ബലൂണൊക്കെ പോകുന്നത്? ആരുടെ എൻ്റെ ആപ്പിൽ കയറി കളിക്കുന്നത്? ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ബാങ്കിന്റെ നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? ഒരു ഐഡിയ ഉണ്ടോ?
ആർക്കെങ്കിലും ഒരു ഇയർലി ഒരു ബാങ്കിന്റെ ഒരു SBIയുടെ ഒരു ഇയർലി ഉള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് അടിച്ചു നോക്കിയാൽ ചുമ്മാ ജസ്റ്റ് ഗൂഗിൾ നോക്കാം. എന്താ ഗൂഗിൾ പറയുന്നത്? SBI ബാങ്ക്. ഈ ബാങ്ക് എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നതെന്ന് പറയാൻ പറ്റുമോ? എന്റെ പൊന്നെ, എമൗണ്ട് കോടിയിലാണ് പറയുന്നത്. ഓപ്പണിംഗ് റിസൾട്ട് ഇൻ ക്രോഡ്സിൽ പറയുന്നത് 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 100 കോടി. എൻ്റെ അമ്മ 32. ചുമ്മാ ഞാൻ നമ്പർ മാത്രം പറയാമേ, ജസ്റ്റ് നമ്പർ മാത്രം കേട്ടാൽ മതി. അവരുടെ പ്രോഫിറ്റ് ബേസിൽ പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,800, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി, 10 കോടി, 108 കോടി 91, 108 കോടി അല്ലല്ലോ, 1081 കോടി. ഇത് പിന്നാണ് കോടി കേട്ടോ. ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ടൈപ്പ് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. 10, 890, 17, 82. ഇത്രയും എമൗണ്ട് ഓഫ് കോടിയാണ്. ഇത്രയും കോടി ഞാൻ പിൻ ചെയ്തിട്ടേക്കുന്നുണ്ട. ഇത്രയും ബ്രാക്കറ്റിലാണ് ക്രോർ വന്നിരിക്കുന്നത്. ഇത് തന്നെ ഒരു കോടിയാണ്. മീൻസ് എത്ര കോടിയാണ്? കോടിയാണ് അവരുടെ ഒരു ഇയർലി കിട്ടുന്ന പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ബാങ്കിന് ഇത്രയേറെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത് വെച്ചു വിചാരമുണ്ടോ? കാരണം അവിടെ അത്രയേറെ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് റൈസ് ചെയ്യുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻട്രസ്റ്റിന്റെ ട്രാൻസാക്ഷൻസ് ഭയങ്കര ചേഞ്ച് വരും. അതുകൊണ്ടാണ് ഇത്ര ഹ്യൂജ് പ്രോഫിറ്റ് ഒരു ബാങ്കിനുണ്ടാകുന്നത്. നമുക്ക് എന്തുകൊണ്ട് ബാങ്ക് ആയിക്കൂടാ? നമുക്കും ബാങ്ക് ആവാം. പക്ഷെ നമുക്ക് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ വട്ടിപ്പലിശ കൊടുക്കുന്ന ആളുകളില്ലേ, പലിശയ്ക്ക് കടം കൊടുക്കുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങൾ, അവരും നടക്കുന്നത് ബാങ്ക് പോലാണ്. പലിശയിൽ വേരിയേഷൻ ഉണ്ട്. അവർ ഗവൺമെന്റിന്റെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ അകത്തുനിന്ന് തന്നെ പലിശയിൽ വേരിയേഷൻ വരുത്തിയിട്ടാണ് അവർ റൺ ചെയ്ത് പോകുന്നത്. ബട്ട് അവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അവർക്കും കസ്റ്റമേഴ്സ് ഇതുപോലെ കൂടി വരികയാണെങ്കിൽ അവർക്കും ഇതേപോലെ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് വളരെ മോശമായിരിക്കാം. അത് ഓരോ രീതി. മണപ്പുറം ഗോൾഡ് ഫിനാൻസിന്റെ പോലെ ആയിരിക്കത്തില്ല SBIയിലുള്ളത്. SBI പോലെ ആയിരിക്കില്ല ഒരു കോർപ്പറേറ്റ് മറ്റേ എന്താ പറയുക പ്രൈവറ്റ് സെക്ടർ ബാങ്ക് വരുന്നത്. ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബാങ്കിന്റെ ഓക്കെ, പിന്നെ ബാങ്ക്, നിങ്ങൾ ആരെങ്കിലും ബാങ്കിൽ പോയിട്ട്, എല്ലാവരും ബാങ്കിൽ പോയിട്ടുണ്ടാവുമല്ലോ മണി ട്രാൻസാക്ഷന് വേണ്ടി. എപ്പോഴും നിങ്ങളെല്ലാം ബാങ്കിൽ പോകാറുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളിപ്പോൾ ബാങ്കിൽ പോകുന്ന വളരെ കുറവാണ് അല്ലേ? നിങ്ങൾ കുറേ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരുവിധം ആളുകളും മൊബൈൽ ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡിലൂടെ പേയ്മെന്റ് ചെയ്യുന്നവരാണ്. പണ്ട് കാലത്താണ് ഈ പറഞ്ഞ ചെക്കിനും ഈ പറഞ്ഞ പോലെ ചെക്ക് ലീഫിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. അയാളുടെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് ഉണ്ടായാൽ മതി. അതല്ല അയാൾക്ക് UPI ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ ഈസിലി ആയിട്ട് നമുക്ക് UPI ട്രാൻസാക്ഷൻ വഴി നമുക്കൊരു 2 ലക്ഷം വരെ ലിമിറ്റ് ഉണ്ട്. ഹലോ, എന്താണ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്ന സമയം എത്രയായി? എത്ര മണിക്ക് ക്ലാസ് വെച്ചതാ? എവിടെ ആയാലും എന്ത് നീ വെച്ച് ഞാൻ ക്ലാസ്സിലാ. ഈ ക്ലാസ്സിന് സമയവും കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് കയറണം. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്റെ സാറേ ക്ലാസ്സിൽ കയറണം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അറ്റൻഡൻസ് കിട്ടുന്ന വെച്ചിട്ട് ഇത്രയും നേരം പുറത്തു നിന്നു എല്ലാവരും. അത് സമയം കാലമുണ്ട്. അമ്മ എത്രയും കയറി ചോദിച്ചത് മതി. ആ കുഴപ്പമില്ല, വിധിന്ന് ഓർത്താൽ മതി. ഈ ഇറങ്ങിപ്പോകുന്ന മരത്തിന് ഇറങ്ങിപ്പോകുന്നതിൻ്റെ അകത്തുനിന്ന് ഇനി അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഓടിക്കറാനല്ലേ എല്ലാം കൂടെ. എടാ ഇത് ഒരു ഫ്ലോ കളയുന്ന പരിപാടിയല്ലേ?
ഇതിനകത്ത് ഇപ്പോഴും 53 പേരുണ്ടല്ലോ. ഞാൻ അറ്റൻഡൻസ് ലോക്ക് ചെയ്യുന്ന സമയത്ത് 55 പേരായിരുന്നുള്ളത്. 2 പേര് പുറത്തു പോയിട്ടുണ്ട്. ആ 2 പേർക്ക് അറ്റൻഡൻസ് കൊടുത്താൽ മതില്ല. 55 ഞാൻ ഇൻക്ലൂഡഡ് ആണ്. 2 പേരാണ് അതിനകത്ത് പുറത്തു പോയേക്കുന്നത്. ഓക്കെ, അവിടെ കേട്ടെ, അവന്മാരെ പുറത്ത് കാര്യം നോക്കില്ല. ഇനി നമ്മളിപ്പം ബാങ്കിന്റെ ഫങ്ഷൻസ്, ഓക്കെ, ബാങ്ക് ക്യാഷ് തരുന്നു, ക്യാഷ് പോകുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ നാട്ടിലൊരു ബാങ്ക് എന്ന് പറയുന്നത് ഒരു സെക്യൂർ സ്പേസ് ആണ്, അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറയുന്നില്ലേ, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ എവിടെയും കൊണ്ട് ഇടാൻ പറയുന്നില്ലേ? എന്തുകൊണ്ടാണ് അവിടെ കൊണ്ട് വെക്കാൻ പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ കൊണ്ട് വെച്ചാൽ കള്ളന്മാരെ പേടിക്കണം. ഇതിപ്പം നിങ്ങൾ ഈ പറഞ്ഞ സാധനം ബാങ്കിൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങളിത് ബാങ്കിലെ കൊണ്ടുവെക്കുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടി സെക്യൂർ ആണ്. നിങ്ങൾക്ക് അത് അഥവാ പോയി കഴിഞ്ഞാൽ തന്നെയും അതിൽ ഇത്ര പെർസെൻറ്റേജ് അത് ബാങ്ക് ആൾറെഡി ഇത് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അഥവാ അതിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ഇത്ര ഇക്വലൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഗോൾഡാണ് നിങ്ങൾ വെച്ചേക്കുന്നെങ്കിൽ ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തിരിച്ചു തരും. കാരണം ബാങ്കിന്റെ പോളിസി അതാണ്. കാരണം അവിടെ ആളുകൾ സെക്യൂരിറ്റി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെയാണ് ബാങ്ക് വീണ്ടും, കാരണം ഈ ഡെപ്പോസിറ്റ് ആളുകൾ കൊണ്ട് വെക്കുമ്പോൾ അതിന് ക്യാഷ് വാങ്ങുന്നുണ്ട്, ഫ്രീ ആയിട്ടല്ല വെക്കുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു സെക്യൂരിറ്റിക്ക് ക്യാഷ് വാങ്ങുന്നുണ്ട്. ആ ക്യാഷ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി, തിരിച്ചു കിട്ടുമെന്ന് വെച്ചാൽ 100% തിരിച്ചു കിട്ടില്ല. 100% തിരിച്ചിട്ടുന്ന ഒരേ ഒരു ബാങ്കേ ഉള്ളൂ, അത് RBI ആണ്. RBI കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഡയറക്റ്റ് മോണിറ്റർ ചെയ്യുന്ന കാരണം തന്നെ 100% കാശ് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അൺഫോർച്ചുനേറ്റ്ലി നമുക്കാർക്കും RBI പോയി ക്യാഷ് ഇടാൻ പറ്റില്ല. RBI എന്ന് പറയുന്നത് അങ്ങനെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയും ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഒരു പരിപാടിയുള്ള സ്ഥലമല്ല. ബട്ട് RBI പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് RBI 100% റിട്ടേൺസ്, ദാറ്റ് മീൻസ് ഡ്രഫ്റ്റോ അല്ലെങ്കിൽ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ 100% റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. ബാക്കി എല്ലാ ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 0.8 സംതിങ് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ക്യാഷ് പോകാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു 90% മുകളിൽ നിങ്ങൾക്ക് തിരിച്ച് മൊത്തം ഇപ്പം നിങ്ങൾ 1 കോടി രൂപ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്ക് അത് കൊള്ളയടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ ക്യാഷിന് 90 ലക്ഷത്തിന് മുകളിൽ നിങ്ങൾ സെക്യൂർ ആയിരിക്കും. ആ ക്യാഷ് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ബാങ്ക് ഉത്തരവാദിത്തമുണ്ട്. ബാങ്ക് അത് വാങ്ങിച്ചു തരികയും ചെയ്യും. അതിലാണ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ബാങ്കിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു സെൻട്രൽ സ്ട്രക്ചർ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും RBI അണ്ടറിലാണ് നമ്മളെല്ലാവരും വരുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും വരുന്നത് RBI അണ്ടറിലാണ്. RBI അണ്ടർ തന്നെ 2 ആയിട്ട് ചെയ്യുന്നുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്നും അൺഷെഡ്യൂൾഡ് ബാങ്ക് എന്നും ഉണ്ട്. ഇത് നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ബാങ്കുകളും. ഈ അൺഷെഡ്യൂൾഡ് ബാങ്കിന്റെ അണ്ടറിൽ ബാങ്ക്സുകൾ ഒന്നുമില്ല. ഷെഡ്യൂൾഡ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കുകളുമാണ് വരുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങൾ, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കാണ് നിങ്ങൾ ഈ കാണുന്ന എല്ലാ ബാങ്കുകളും. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതാണ് പബ്ലിക് സെക്ടർ ബാങ്ക് വരുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് വരുന്നുണ്ട്, ഫോറിൻ സെക്ടർ ബാങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകളും വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബാങ്കുകളൊക്കെ ഇല്ലേ, ഇപ്പം SBI ആവട്ടെ, നാഷണലൈസ്ഡ് ബാങ്ക് ആവട്ടെ, നോൺ നാഷണലൈസ്ഡ് ബാങ്ക് ആവട്ടെ, ഇതെല്ലാം വരുന്നത് നമ്മുടെ പബ്ലിക് സർവീസ് സെക്ടറിന്റെ അണ്ടറിലാണ്. പബ്ലിക് സർവീസ് അല്ല, പബ്ലിക് സെക്ടർ ബാങ്കിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ കാണുന്ന SBI ആവട്ടെ, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ആവട്ടെ, കുറെ ബാങ്കുകളുണ്ടല്ലോ, വൺ ഇന്ത്യ ബാങ്ക്, ചവറ് പോലെ ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളെല്ലാം വരുന്നത് ഇതെല്ലാം പബ്ലിക് സെക്ടറിലാണ്. അത് ഗവൺമെന്റ് ഷെയറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ ഇപ്പൊ നിങ്ങൾ ചില PTM ബാങ്കുകൾ, അങ്ങനെയുള്ള ചില പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. അതായത് അതിനകത്ത് ഗവൺമെന്റിന്റെ മോണിറ്ററി പോളിസി കാര്യങ്ങൾ കുറവായിരിക്കും. പവറും കാര്യങ്ങളെല്ലാം ഗവൺമെന്റിനായിരിക്കും, പ്രൈവറ്റ് വ്യക്തികൾക്കായിരിക്കും. അങ്ങനെയുള്ള ബാങ്കാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കായിട്ട് വരുന്നത്. ഇനി ഫോറിൻ സെക്ടർ ബാങ്കുകളുണ്ട്. ഫോറിൻ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് മണി എക്സ്ചേഞ്ച് പോലുള്ള ഫോറിൻ സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിൽ പലയിടത്തായിട്ട് അവൈലബിൾ ആണ്. എയർപോർട്ടിലും ചോദിച്ചു അനന്തോ ഇവിടെ മൈക്ക് മ്യൂട്ട് ചെയ്തോ മോനെ. ഓക്കെ, അപ്പോൾ ഓക്കെ. പിന്നെ ഇനി ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 തരം ഫങ്ഷൻസ് ആണ്. പ്രൈമറി ഫങ്ഷൻ, സെക്കൻഡറി ഫങ്ഷൻ ഉണ്ട്. പ്രൈമറി ഫങ്ഷൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് അഡ്വാൻസ്. അതായത് ഒരിക്കലും ഗ്രാൻഡിങ് മണി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് തരുന്നു, നിങ്ങൾ ആ ക്യാഷ് ബാക്ക്, നിങ്ങളുടെ കാശ് വരുമ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. ആ അഡ്വാൻസ് തരുന്നതിന് വേണ്ടി നിങ്ങൾ കൈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റ്
ഈടാക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് ഞാൻ എപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രസ്റ്റിന്റെ മീനിങ് എന്താണെന്നുള്ളത്. മണിയുടെ വാല്യൂ ബാലൻസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. 10 വർഷം മുന്നത്തെ പണിയും 10 വർഷം മുന്നത്തെ 10 രൂപയും ഇന്നത്തെ 10 രൂപയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് പാരാമീറ്ററോടെ കൊണ്ടുവന്നിരിക്കണേ. ഇനി ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. അന്ന് എനിക്കറിയില്ല നോക്കാം. പിന്നെ ഗ്രാൻഡിങ് അഡ്വാൻസ് പറയുമ്പോഴത്തേക്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്, ലോൺ ഉണ്ട്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ബില്ലിനകത്ത് റിഡക്ഷനും വരുന്നത് നമ്മൾ അവിടെ കണക്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഏജൻസി ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ യൂട്ടിലിറ്റി ഫങ്ഷൻസ് ഉണ്ട്. ഏജൻസി ഫങ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്, പീരിയോഡിക് പേയ്മെന്റ്സ്, കളക്ഷൻ ഓഫ് ചെക്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, പീരിയോഡിക് കളക്ഷൻസ്, അതർ ഏജൻസി ഫങ്ഷൻസ് ഉണ്ട്. യൂട്ടിലിറ്റി ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രാഫ്റ്റ്, ലോക്കേഴ്സ് ഫെസിലിറ്റി, പ്രൊജക്ട് റിപ്പോർട്ട്സ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, അതർ യൂട്ടിലിറ്റി ഫങ്ഷൻ. ഇതൊക്കെയാണ് അത് പറയുന്നത്. ആബേൽ ജോസഫ്, Yes, sir. നീ അതൊന്ന് മ്യൂട്ട് ചെയ്തേ. Sir, എന്റെ മ്യൂട്ടാ. നീ സൗണ്ട് വെക്കുന്ന ഇപ്പൊ ഓക്കെ, ഇപ്പോഴാണ് മ്യൂട്ടായത്. ഓക്കെ, അപ്പം ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ബാങ്കിന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ ബാങ്കിന്റെ സ്ട്രക്ചറും. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ ഇന്നത്തെ. Just write down. Explain the structure of the Indian banking system. Explain the structure of the Indian banking system. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. സെക്കൻഡ് വൺ ഫോം ഇട്ടിട്ട് explain the functions of Indian banking system. Explain the structure of the Indian banking system എന്നല്ലേ പറഞ്ഞേ? Yes, sir. Explain the structure and function. Explain the structure and functions of Indian banking system. Explain the structure and functions of Indian banking system. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാൻ കാരണം വെച്ചാൽ എല്ലാ രാജ്യത്തെയും ബാങ്ക് സിസ്റ്റം ഒരേപോലെ അല്ല. ഇപ്പൊ നിങ്ങളിപ്പോൾ സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാ പലിശ ഇല്ലാത്ത രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ബാങ്കുകളുണ്ട്. അങ്ങനെയുള്ള ബാങ്കുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഇന്നത്തെ ദിവസത്തേക്കുള്ള വർക്ക് ഇതാണ്. എക്സ്പ്ലെയിൻ ദി സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം. അതായത് ഇന്ന് ടൈം തന്നെ സെറ്റ് ചെയ്ത് തരാം, തന്നെ എഴുതണേ. അപ്പം ഷെയർ മാത്രം അറ്റൻഡൻസ് ചെയ്യില്ല. ഫോൺ നമ്പർ 1 ടൈപ്പ് ചെയ്തോ. വൺ 2 3 ഒന്നോട് മനോസ് ഗിരീഷ്, എന്താണ് നിനക്ക് പ്രശ്നം? അറ്റൻഡൻസിന്റെ ആണോ അതോ ക്ലാസ് കഴിഞ്ഞതിന്റെ ആണോ? ഫോറല്ലേ? 5 6 7 8 9 10 9 10 10 ഉണ്ടോ? അല്ല 7 വന്നല്ല, 10 ഇപ്പൊ വന്നല്ല. 12 13 14 12 13 14 15 14 15 16 17 14 വന്നില്ല, 15 വന്നില്ല, 14 15 16 17 18 19 20 21 22 20 21 22
22 ഉള്ളൂ, 21, 20. ബാക്കിയുള്ള ഓർഡർ ടൈപ്പ് ചെയ്തോ. ട്വന്റി 24 ഇല്ല, 25 ഇല്ല, 25 ഇല്ല, 26. കഴിഞ്ഞോ? 27, 28, 29, 30, 31, 32 ഇല്ല. അറ്റൻഡൻസ് തന്നിട്ട് ഇറങ്ങിക്കോ കേട്ടോ, അറ്റൻഡൻസ് പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. $29, $30, $31, $32, $33, $34, $34 ഇല്ല, $35, $36, $37, $38, $39, $40. 40, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 43, 45, 47, 46. 40 ഇല്ല, 40, 42, 43, 44, 45, 46, 47, 48, 48 ഇല്ല, 48 ഇല്ല, 49, 50, 51, 52, 53, 54, 51, 52,